വിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ മതമാണ്. അദ്ദീനു വളുഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി ദീനിന് നൽകിയിട്ടുള്ള നിർവചനം അതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് വിശുദ്ധ ദീൻ എന്ന് പറയുന്നത്. കേവലം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയതനുസരിച്ചോ അല്ലെങ്കിൽ സ്വയം ധാരണയനുസരിച്ചോ ചെയ്തു തീർക്കേണ്ട ഒന്നല്ല ദീൻ. ദീൻ വിശുദ്ധ ഖുർആനാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. തിരു സുന്നത്തിലൂടെയാണ് നാം അത് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നിയമമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നത് അഇമ്മത്ത് മുജ്തഹിദുകളാണ്. ഗവേഷണ കഴിവുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അത് ക്രോഡീകരിച്ച് മദ്ഹബുകളാക്കി ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ദീൻ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. നിങ്ങൾ സമ്പൂർണമായും മുഅ്മിനുകളാകണം, സമ്പൂർണമായും മുഅ്മിനുകളാകണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതമതത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ജൂതമതത്തിൽ നിഷിദ്ധമായ ഒട്ടകത്തിൻ്റെ മാംസവും പാലും അത് ഇനിയും ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചുകൂടെ എന്ന ഒരു ചോദ്യത്തിന് അതിനു മറുപടിയായിട്ടാണ് നബിതങ്ങൾക്ക് ഈ ആയത്തിറങ്ങുന്നത്. മുസ്ലിമാണോ? മുസ്ലിമാകണം, പൂർണ്ണമായും ആകണം. അത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും വസ്ത്രത്തിൻ്റെ വിഷയത്തിലും സംസ്കാരത്തിൻ്റെ വിഷയത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും വേണം. നാമമാത്രം മുസ്ലിങ്ങളായി പേരുമാത്രം വെച്ച് ആ പട്ടികയിൽ മാത്രം ചേർന്ന് ആ സംവരണ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം എന്ന് പറയുമ്പോൾ കിട്ടുന്നതെല്ലാം വാങ്ങിവെച്ച് ഇസ്ലാമായി ജീവിക്കാതിരുന്നാൽ അതൊരിക്കലും തന്നെ പരലോകത്ത് മോക്ഷം കിട്ടുന്ന ഒരു അമലായി മാറുന്നില്ല. ദീനെന്ന് പറയുന്നത് ഈമാനും ഇസ്ലാമും എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടൊപ്പം കർമ്മവുമാണ്. വിശ്വാസം ശരിയാകണം, കർമ്മവും നന്നാകണം.